നമസ്കാരം. വിശ്വപ്രസിദ്ധമായിട്ടുള്ള ചോറ്റാനിക്കര മകം ഈ വരുന്ന മാർച്ച് മാസം 2-ാം തീയതി ആചരിക്കുകയാണ്. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലെന്ന് തീരുന്നുള്ള വിശ്വപ്രസിദ്ധമായിട്ടൊരു പാട്ട് തന്നെയുണ്ട്. അത്രയധികം പ്രാധാന്യമാണ് ചോറ്റാനിക്കര മകത്തിനുള്ളത്. അമ്മ സർവാലങ്കാര വിഭൂഷിതയായിട്ട് സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ദിവസമാണ് ഈ ചോറ്റാനിക്കര മകമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അന്നേ ദിവസം എത്രയോ ആളുകളാണ് അമ്മയുടെ മക്കളായിട്ട് അമ്മയെ ഒരു നോക്ക് കാണാനായിട്ട് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. ഇത്തവണ ഈ മകം വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട് മകം ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൗകര്യങ്ങൾ ചോറ്റാനിക്കര ദേവസ്വവും ഒപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡും വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എത്തുന്ന അമ്മയെ കാണാനായിട്ട് എത്തുന്ന ഓരോ ഭക്തർക്കും പരമാവധി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡും ദേവസ്വം കൂടെ ചേർത്ത് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ട വെള്ളം, ലഘുഭക്ഷണം, അങ്ങനെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങളാണ് ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ അമ്മയെ തൊഴാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സ്ഥാപിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിനും ചോറ്റാനിക്കര ദേവസ്വം ഭരണ സമിതിക്കും അമ്മയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയധികം സൗകര്യങ്ങൾ ഈ എത്തിച്ചേരുന്ന ഭക്തരെ പ്രയോജനപ്പെടുത്തണമെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ മകം തൊഴലിലേക്ക് എത്തുന്ന എല്ലാ അമ്മയുടെ മക്കൾക്കും അമ്മയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മകം തൊഴുന്നതിലൂടെ അമ്മയുടെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും, വിശേഷിച്ച് മംഗല്യ സൗഭാഗ്യം നടത്തേണ്ട ആളുകൾക്ക് അത്, ദാമ്പത്യം നല്ല രീതിയിൽ നടത്തി പോകേണ്ട ആളുകൾക്ക് അത്, സൽസന്താനങ്ങളെ ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് അത്, വിദ്യ ലഭിക്കേണ്ടവർക്ക് അത്, തൊഴിൽ തടസ്സം മാറേണ്ടവർക്ക് അത്, അങ്ങനെ എന്തൊക്കെ അഭീഷ്ടങ്ങളുണ്ടോ അതൊക്കെ തന്നെ അമ്മ സന്തോഷത്തോടുകൂടി അനുഗ്രഹിക്കുന്ന ദിവസമാണ് ചോറ്റാനിക്കര മകം. അന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്ന് ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ള ഈ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളിലൂടെയും കടന്നു വന്ന് അമ്മയെ ദർശനം നടത്തി സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയധികം സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിനും ഒപ്പം നിന്ന് ചോറ്റാനിക്കര ദേവസ്വത്തിലുള്ള ഓരോരുത്തർക്കും ഉള്ള നന്ദി ഒരു ഭക്തൻ എന്ന നിലയിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മകം മഹോത്സവത്തിലേക്ക് സ്വാഗതം.